നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് അധ്യാത്മരാമായണം അതിൻ്റെ മാഹാത്മ്യത്തെ പറയണോ? സൂതൻ ശൗനകാദി മഹർഷിമാരോട് രാമായണ കഥ പറയുകയാണ്. ബ്രഹ്മാവ് പണ്ട് വാൽമീകിക്ക് പറഞ്ഞ ആ രാമായണത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മഹർഷിമാർക്കൊക്കെ, പ്രജാപതിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മഹർഷിമാരും, നാരദൻ മകൻ ഉൾപ്പെടെയുള്ള പലരും ബ്രഹ്മാവിനെയും സരസ്വതിയെയും കണ്ടതായിട്ടുള്ള ഒരു രംഗത്തേക്കൊന്ന് വിസ്തരിച്ചു. അതിനുശേഷം നാരദൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ കലിസന്ധരണം നടക്കുക? കലിയുടെ അതിഘോരമായിട്ടുള്ള ദൂഷ്യവശങ്ങളെ വിസ്തരിച്ചു. എന്നിട്ട് ഇതിനെ മറികടക്കുക എന്നുള്ള സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല. അതിനെന്താ ഒരു പോംവഴി, ഒരു സൂത്രവഴി എന്താ? അപ്പം ചീത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചീത്ത കാര്യം വരാനുള്ള കാരണം ബ്രഹ്മാവ് വളരെ എളുപ്പത്തിലാണ് പറഞ്ഞു. അധ്യാത്മരാമായണം പഠിച്ചാൽ മതി, എന്നാൽ പിന്നെ കലിദോഷം വരില്ല എന്ന് പറഞ്ഞു. രാമസീതാ കഥ അത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിൽ ഭക്തി ഉണ്ടാവും. അപ്പോൾ ഈ ഷഡ്വൈരി തൊട്ടുള്ള ഒന്നും നമ്മളെ ബാധിക്കില്ല. മാത്രമല്ല ഗ്രന്ഥം അത് മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല. 100 കോടി ഗ്രന്ഥമുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാലും അതിൻ്റെ സാമാന്യമുള്ള തത്വം നീ വേണ്ട, ആ ഗ്രന്ഥമൊന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക, തൊട്ട് തലയിലേക്കുക, ദാനം ചെയ്യുക. അതേപോലെ ശ്രീരാമൻ്റെ അവതാര ദിവസം, ശ്രീരാമനവമി, അന്ന് ചില ഉപവാസാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. രാമനെ സ്മരിച്ചുകൊണ്ട്, രാമായണ കഥകളെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഏതെങ്കിലും സൽപ്രവൃത്തികളൊക്കെ ചെയ്യാം. അതിപ്പോൾ വിശേഷ ദിവസങ്ങളിലാണെന്ന് വെച്ചാൽ കുറച്ചധികം പ്രാധാന്യം. ദാനാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലം എന്നിങ്ങനെ പറഞ്ഞു. മാത്രമല്ല, ഈ മനുഷ്യജീവിതം കിട്ടിയിട്ടും രാമായണം പഠിച്ചിട്ടില്ല വെച്ചാൽ, രാമായണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ജന്മം തന്നെ നഷ്ടമാവും. അപ്പോൾ അത് പഠിക്കണം, വായിക്കണം. സദ്ഗുരുവിനോട് അനുവാദം വാങ്ങിയിട്ട് ഗുരുവിൽ നിന്നും പഠിച്ച് അത് ക്ഷേത്രത്തിലോ ഈ തുളസിയുടെ കടക്കിലോ അല്ലെങ്കിൽ തുളസി ഉള്ള സ്ഥലത്ത്, അതേപോലെ ആലിൻ്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ വായിക്കുക. ഇവിടെ പഠിക്കുക എന്നുള്ളത് വായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ പറയുക. അതേപോലെ വിശേഷ ദിവസങ്ങളിൽ ഒക്കെ ചെയ്യാം. എല്ലാ മാസവും ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യാം, എന്നും ചെയ്യാമെന്നർത്ഥം. ഇപ്പോൾ കർക്കിടക മാസം എന്നൊന്നുമില്ല, എല്ലാ ദിവസവും ചെയ്യാം. അതേപോലെ രാമനെ മനസ്സിലായി, സീതയെ മനസ്സിലായി, ലക്ഷ്മണനെ മനസ്സിലായി എങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാരണവശാലും ഒരു തെറ്റും ചെയ്യില്ല. സഹനശക്തി, ക്ഷമ തൊട്ടുള്ള സകല കാര്യങ്ങളും, സദ്ഗുണങ്ങൾ, ശൗര്യം, വീര്യം തൊട്ടുള്ള എല്ലാ ഗുണങ്ങളും നമ്മിലേക്ക് ഈ രാമായണം പഠിക്കുന്നത് വഴി വന്നു ചേരും. നമ്മളറിയാതെ കണ്ട് അങ്ങനെ ഒരു സാത്വികരായിട്ട് മാറും. അപ്പോൾ ജീവൻ മുക്തമാവും, ഈ ജീവൻ്റെ മുന്നേ ജീവിച്ചവരൊക്കെ മുക്തമാവും. അതേപോലെ വരും തലമുറയും ശുദ്ധാവും. അത്രയും പ്രാധാന്യമുണ്ട് എന്ന് ഈ മഹാത്മ്യത്തിൽ പറഞ്ഞതിൻ്റെ ശേഷമാണ് അപ്പം ആ കഥ ഒന്ന് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, എനിക്കത് പറയാൻ അറിയില്ല എന്നാണ് ബ്രഹ്മാവ് പറയണത്. മഹാദേവൻ ശ്രീപാർവതിക്ക് പറഞ്ഞു കൊടുത്ത അധ്യാത്മരാമായണം അതെങ്ങനെ? ശ്രീരാമനും ഹനുമാനും സീതയും കൂടിയിട്ടുള്ള സംവാദമാണ് രാമായണം. പാർവതി ചോദിച്ചത്, രാമതത്വം എന്താണ് എനിക്കറിയില്ല, അങ്ങ് ആരെ തപസ് ചെയ്യണം എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ രാമനെയാണ് ഞാൻ തപസ് ചെയ്യണത്, രാമതത്വം അറിഞ്ഞാൽ പാർവതിക്ക് സംശയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ എനിക്കത് പറഞ്ഞു തരണം, വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു.
അപ്പോൾ ആദ്യം എന്നിൽ നിന്ന് ഈ കഥ കേൾക്കുന്നത് പാർവതിയാണ്. അതുകൊണ്ട് ഇത് ആദികാവ്യം. നമ്മൾ സാധാരണ ആദികാവ്യം എന്ന് പറയാറും വാൽമീകി രചിച്ചത് കൊണ്ട് അതിനെ ആദികാവ്യം രചിച്ച കവി എന്ന നിലയ്ക്ക് വാൽമീകി രാമായണം ആദികാവ്യം എന്നൊക്കെ പറയപ്പെട്ടു. പക്ഷെ സത്യത്തിൽ ശിവൻ പാർവതിയോട് പറഞ്ഞ ആ രാമായണമാണ് ആദികാവ്യം. അത് ശിവപാർവതിമാരാൽ അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള ആദികാവ്യം. അതിനെ ഒരു കാവ്യമായിട്ട് ബ്രഹ്മാവ് പറഞ്ഞ്, നാരദൻ പറഞ്ഞ്, വാൽമീകി എഴുതി. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉപാസനയ്ക്കുണ്ട്. അതിൻ്റെ ഈ വിശദീകരണം ഇത്രയും വരാനുള്ള കാരണം വാൽമീകിയും ഈ അധ്യാത്മരാമായണത്തെയാണ് കഥയാക്കിയത്. ആദ്യം ഉണ്ടായത് വാൽമീകി രാമായണമല്ല, അധ്യാത്മരാമായണമാണ്. ഈ അധ്യാത്മരാമായണം വ്യാസൻ എഴുതിയതാണ്. രാമാനുജൻ എന്നെല്ലാം പറയണം. പക്ഷേ ശിവൻ എഴുതിയത്, ഇനി ഇതേപോലെ രാമാനുജനാണോ എഴുതിയത് ചോദിച്ചാൽ, പുറത്തേക്ക് ഇങ്ങനെ ഗ്രന്ഥമായിട്ട് എഴുതിയത് ചോദിച്ചാൽ ശരി, അത്രയേ ഉള്ളൂ. അതിന് തർക്കത്തിൻ്റെ ആവശ്യമില്ല. ശിവൻ പറഞ്ഞു, രാമനും സീതയും കൂടി പറഞ്ഞത്, സീത ഹനുമാനോട് പറഞ്ഞത്, അതാണ് രാമായണം. അപ്പോൾ ആ രാമായണത്തെ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാണ് രാമായണം. അത് കാവ്യമാണ്. ആദികാവ്യം ഈ രാമായണമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ മനഃശുദ്ധി കിട്ടും, ഭക്തി കിട്ടും. ഇപ്പം ശിവൻ പറഞ്ഞത് മനഃശുദ്ധി ഉള്ളവർക്കും ഭക്തി ഉള്ളവർക്കും മാത്രമേ ഞാനത് പറഞ്ഞു കൊടുക്കൂ. പാർവതിക്ക് മനഃശുദ്ധിയുണ്ട്, ഭക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് പാർവതിക്ക് ഇത് കിട്ടാനുള്ള അർഹതയുണ്ട്. ഈ സംസാരം കടക്കാൻ വേണ്ടിയിട്ട് കലികാലത്തിലെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടും. ഈ ഒരു ചോദ്യം നാരദൻ ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് ഇവിടെ കഥ പറയണത്. അപ്പോൾ അതിനൊരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. ഒരു സമുദ്രം അല്ലെങ്കിൽ ഒരു നദി, അതിന് കടക്കാൻ വേണ്ടിയിട്ട് ഒരു തോണി വേണം. ആ തോണി കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയാൽ നേരെയാവില്ലല്ലോ. അങ്ങനെ ഒരു തോണി കെട്ടിച്ചാൽ അതിനെ നായയുടെ വാലുകൊണ്ട് തുഴഞ്ഞ അക്കരയ്ക്ക് കിടക്കാൻ പറ്റുമോ? അപ്പോൾ ജ്ഞാനമില്ലാതെ കണ്ടോ, ബുദ്ധിയില്ലാതെ കണ്ടോ, വൈരാഗ്യമില്ലാതെ കണ്ടോ, ഭക്തി ഇല്ലാതെ കണ്ടോ രാമായണത്തെ കേൾക്കരുത്. അങ്ങനെ രാമായണത്തെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അങ്ങനെ രാമായണത്തെ കേട്ടാലോ, ശ്രദ്ധയോടും ഭക്തിയോടും താല്പര്യത്തോടും കൂടിയിട്ട് കേട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഇനിയൊരു ജന്മം വേണ്ടാത്ത രീതിയിൽ മുക്തി കിട്ടുകയും ചെയ്യും. ഇഹസുഖവും കിട്ടും. കാരണം എതിർച്ഛാ ലാഭ തുഷ്ടി കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ വൈരാഗ്യം വരും, ജ്ഞാനവും കിട്ടും, വിജ്ഞാനവും കിട്ടും, ഭക്തനാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ പറയുന്നത്, ശ്രീരാമൻ ഈ രാമായണവുമായിട്ട് കഥാപാത്രം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അവതാര പുരുഷൻ എന്ന നിലയ്ക്ക് ഭൂമിയിൽ അവതരിച്ചതും, പിന്നെ വസിഷ്ഠനാൽ ജ്ഞാനം നേടിയതും, സീതയെ വിവാഹം കഴിച്ചുകൊണ്ട് 12 കൊല്ലം വസിച്ചതും, തുടർന്ന് താടകാവധം തൊട്ടുള്ള ഓരോരോ അസുര രാക്ഷസ വധത്തെ നിർവഹിക്കുന്നതും, അതേപോലെ അച്ഛൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള കൈകേയിയാൽ ഈ രാമൻ്റെ രാജകുമാരൻ എന്ന നിലയ്ക്ക്, അടുത്ത യുവരാജാവ് അല്ലെങ്കിൽ അടുത്ത രാജാവ് എന്ന നിലയ്ക്ക്, രാമനല്ല വേണ്ടത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ ഭരതനെ രാജാവാക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതിന് സൂത്രമായിട്ട് 2 വരങ്ങളെ ഭർത്താവിൽ നിന്നും മേടിച്ചതിനെ ഇപ്പോൾ ചൂഷണം ചെയ്യണം. അങ്ങനെ 14 വർഷത്തെ വനവാസവും, അതേപോലെ യുവരാജാവായിട്ട് കൈകേയിയുടെ പുത്രനെ ഭരതനെ രാജാവാക്കാമെന്നും വ്യാമോഹിച്ചു. ഒന്ന് നടന്നു, ഒന്നും നടന്നില്ല. പക്ഷെ അതുകൊണ്ട് വേറൊന്ന് നടന്നു. ദശരഥൻ്റെ അല്ലെങ്കിൽ കൈകേയിയുടെ ഭർത്താവിൻ്റെ മരണം നടന്നു. അതെല്ലാവർക്കും വിഷമായി. രാമൻ്റെ ഉദ്ദേശം നടത്താൻ വേണ്ടിയിട്ടാണ്, ജന്മോദ്ദേശം അവതാര ലക്ഷ്യം നടത്താൻ വേണ്ടിയിട്ടാണ് വനവാസം തിരഞ്ഞെടുത്തത്. കാരണം രാക്ഷസന്മാർ താമസിക്കുന്നത് വനത്തിലാണ്. മഹാമുനികളെ എന്നും ദ്രോഹിക്കുന്നതായിട്ടുള്ള ഈ വർഗത്തെ വളരെയധികം വർദ്ധിച്ചതായിട്ട് കണ്ടപ്പോൾ
ഇതിനെന്താ പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അവതാരം വേണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെയാണ് രാമൻ അവതരിച്ചത്. കാട്ടിലെത്തി ഭരദ്വാജ മുനി, അത് കഴിഞ്ഞ് വാൽമീകി മഹർഷി, അത് കഴിഞ്ഞ് കുറച്ചുകൂടി കൊടും വനത്തിലേക്ക് അത്രി മഹർഷി, ഇങ്ങനെ ക്രമേണയായിട്ട് കൊടും വനത്തിലേക്ക് പോയി എന്നാ. അപ്പോൾ ക്രമേണയായിട്ട് കാട്ടിലുള്ള ഈ രാക്ഷസന്മാരെയൊക്കെ വധിക്കാൻ സാധിച്ചു. അങ്ങനെ 12 കൊല്ലം കാട്ടിൽ വസിച്ചപ്പോൾ ഈ കാട് വെച്ചാൽ ഒരു ഇത്തിരി പോകുന്നൊരു കാട്, അതൊരു കൊടുങ്കാട്, അങ്ങനെയൊന്നുമല്ല. ഈ ഭൂമി മുഴുവൻ എല്ലാ കാട്ടിലും രാമൻ പോയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇതിൽ രാമായണത്തിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളൂ. എവിടെയൊക്കെയാണോ കാടുള്ളത്, അവിടെയൊക്കെയാണോ ഈ രാക്ഷസന്മാരുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അതിലെ ഒരു കഥ രാവണൻ. അങ്ങനെ എനിക്കിഷ്ടം അങ്ങനെ പറയാനാണ്. കാരണം ഭൂമിയിലുള്ള സർവ്വ വാനരന്മാരും വന്ന കൂട്ടത്തിൽ ഭൂമിയിലുള്ള സർവ്വ രാക്ഷസന്മാരെയും താനും തൻ്റെ അനുജന്മാരും വധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലവണാസുരവധമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഓരോ ദിക്കിലും ലക്ഷ്മണനെയും ഇതേപോലെ ഒരു രാക്ഷസ വംശനാശത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രാക്ഷസന്മാരെയും ഇതേപോലെ വധിച്ചിട്ടുണ്ട്. അതിൽ രാവണ വധം, ലങ്കയിലുള്ള രാവണനെ കുറച്ചധികം, രാവണ കുംഭകർണന്മാരെ കുറച്ചധികം പറഞ്ഞു. അതിനൊരു കാരണമാക്കിയിട്ട് സീതയുടെ സാന്നിധ്യവും രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ വന്ന് രാമനെ വിവാഹം കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നതായിട്ടുള്ള രംഗം, അതിന് അർഹതയില്ലാത്തതുകൊണ്ട് അംഗവിച്ഛേദം ചെയ്തു. അത് പരാതിയായിട്ട് പറഞ്ഞു. ഖരദൂഷണത്തിൽ ശിരസ്സുകൾ ആ രാക്ഷസക്കൂട്ടങ്ങളെ കൊന്നിച്ച് വധിച്ചു. അതിനുശേഷം രാവണനോട് പരാതി പറഞ്ഞു, ഏട്ടനോട്. ഏട്ടൻ അതിൻ്റെ സൂത്രവഴിയായിട്ട് കണ്ടത് സീതയെ അപഹരിക്കുക എന്നതാണ്. അപ്പോൾ മായാസീതയെ അപഹരിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് ജടായുവിൻ്റെ ഒരു തടുക്കലും, ക്രമേണയായിട്ട് ഈ സീതയെ തൻ്റെ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുപോയിട്ടാക്കി അമ്മയെ പോലെ പരിചരിപ്പിച്ചു ത്രിജട തൊട്ടുള്ള രാക്ഷസികളെ കൊണ്ട് എന്നെല്ലാം അതിൻ്റെ കഥ. ഇവിടെ സീതയെ അന്വേഷിച്ച് നടക്കുന്ന രാമലക്ഷ്മണന്മാർ ശബരിയെ കാണുന്നു. അതേപോലെ സുഗ്രീവനുമായിട്ട് സഖ്യം വേണം എന്ന് പറയണു. ബാലിവധം ചെയ്യണു. തുടർന്ന് സീതാന്വേഷണം നടത്തുന്നു. സമുദ്രതീരത്തെത്തണു. സമുദ്രത്തിൽ സേതു ബന്ധിക്കണു. വരുണൻ അനുവാദം തരാത്തതുകൊണ്ട് വരുണനിൽ നിന്നും നിർബന്ധമായിട്ട് അത് വാങ്ങണു. അപ്പോഴും രാമൻ കുറേ കാലയവനന്മാരെ, അല്ലെങ്കിൽ നിവാദ അങ്ങനെ അസുരവർഗത്തെ പ്രത്യേകമായിട്ട് വധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സമയത്തും രാക്ഷസവധം ചെയ്യണം. ലങ്കയിലെത്തി ലങ്കയിലുള്ള എല്ലാ രാക്ഷസന്മാരെയും വധിച്ചു. പിന്നെ ഈ വളരെ ചീത്തയായിട്ടുള്ള ആളുകളെ വധിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ, നല്ലവരെ വിഭീഷണൻ്റെ കീഴിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ലങ്ക ശുദ്ധാക്കി. ഒപ്പം മായാസീതയെ മാറ്റി സീതയെ കൊണ്ടുവന്നു. അയോധ്യയിലെത്തി. അത്രയും കാലം 14 വർഷം ഈ ഒരു സഹോദരനായിട്ടുള്ള ഭരതൻ ഏട്ടന് വേണ്ടിയിട്ട് രാജ്യം ഭരിച്ചു. ഏട്ടനെ പോലെ വനവിഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ജീവിത രീതി ചരിച്ചുകൊണ്ട്, ഏട്ടൻ എങ്ങനെയാണോ കഴിയുന്നത് വെച്ചാൽ അതേപോലെ തന്നെ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ തൻ്റെ യോഗശക്തി കൊണ്ട് കടലിനെ മറികടന്നു. അവിടെ ചെന്ന് സീതയെ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, ലങ്ക ചുട്ടു, അക്ഷകുമാരനെ കൊന്നു, രാവണനുമായിട്ട് സംസാരിച്ചു, സീതയ്ക്ക് അടയാളമോതിരം കൊടുത്തു, സീതയിൽ നിന്ന് ചൂടാരത്നം തിരിച്ചു വാങ്ങി, അടയാളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, അത് തിരിച്ചിവിടെ കൊണ്ടുവന്നു. അത് രാമനെ ഏൽപ്പിച്ചു. സുന്ദരകാന്ഡം അതിബൃഹത്തായിട്ടുള്ള, എന്നാൽ കുറച്ചേ ഉള്ളൂ ഇനി, അങ്ങനെയുള്ള 5 അധ്യായങ്ങളെ കൊണ്ട് എഴുതിയ സുന്ദരകാന്ഡം. ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് ഈ രാമായണം. അപ്പോൾ ആ രാമായണത്തെ ആദ്യം ഒന്ന് അങ്ങോട്ട് പറഞ്ഞു.
അപ്പം അതിൽ ശ്രീരാമൻ തൻ്റെ സീതയുമായിട്ട് വിവാഹം കഴിച്ചതിൻ്റെ ശേഷം 12 കൊല്ലം സുഖമായിട്ട് വസിക്കുന്ന ആ സമയത്ത് വസിഷ്ഠനിൽ നിന്നും 6 പ്രകരണം ഉള്ളതായിട്ടുള്ള ജ്ഞാനവാസിഷ്ടം പഠിച്ചു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ജ്ഞാനവാസിഷ്ടം ആണ് നമുക്ക് പഠിക്കാനുള്ള രാമായണത്തിലെ ഓരോ കഥയും തത്വവും സ്തുതിയും ആവശ്യം പറയലും ഒക്കെ. അപ്പോൾ അതിൽ ഉപദേശവും സ്തുതിയും ലക്ഷ്മണന് കൊടുക്കുന്നതായിട്ട് ഉപദേശമായിട്ടാണ് കൂടുതൽ. പിന്നെ കുറച്ച് ചില കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്തുതികൾ മുഴുവൻ 8 10 സ്തുതികളുണ്ട്. അതൊക്കെ ഗംഭീര സ്തുതികളാണ്. അതൊക്കെ ഈ തത്വങ്ങളാണ്. അപ്പോൾ 6 പ്രകരണം എന്നുള്ളത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ച്, അതേപോലെ സൃഷ്ടിസ്ഥിതിയിലയ തിരോധാന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതേപോലെ മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, അതിൽ പ്രകൃതിബന്ധം, ഭക്തിയുടെ ഒരു ഭാവമായിട്ടുള്ള ശുശ്രൂഷ, സ്നേഹവിനയ ശുശ്രൂഷ, സമർപ്പണം എന്ന ഭക്തിയുടെ ഭാവങ്ങളെ വിസ്തരിച്ച് പറഞ്ഞു. പിന്നെ നെഗറ്റീവ്സിനെ കുറിച്ച് ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, 3 ശോകം, 3 ആധി, ആലസ്യം, ചതി തൊട്ടുള്ള ഒരുപാട് ബ്രഹ്മഹത്യകൾ, ഗോഹത്യ, ശിശുഹത്യ, ഗുരുഹത്യ, ഗുരുവിൻ്റെ പത്നിയെ പ്രാപിക്കൽ, അന്യനാരീഗമനം, ഇങ്ങനെ അനവധി. പിന്നെ പഞ്ചക്ലേശങ്ങൾ, 5 അവിദ്യകൾ, ബ്രഹ്മാവിനാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, പിന്നെ അഷ്ടമഹാപാപങ്ങൾ, സപ്തവ്യസനങ്ങൾ, ഇങ്ങനെ പലതും. നെഗറ്റീവ്സ് 72 എണ്ണം ഉണ്ട്. അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കൽ. മറ്റൊന്നാണ് ബ്രഹ്മതത്വം, ജീവതത്വം, പ്രാണൻ, മനസ്സ്, ഇങ്ങനെയുള്ള 4 ഭാവങ്ങളെ വിസ്തരിച്ച് പറഞ്ഞത്. 6ാമത്തെ പ്രകരണമായിട്ട് പ്രകൃതി, 14 ലോകം, ഭൂമി, അതേപോലെ ദേഹതത്വം, 24 തത്വങ്ങൾ, ഇങ്ങനെ അതിബൃഹത്തായിട്ട് ബ്രഹ്മാണ്ടത്തിനെക്കുറിച്ചും ഒരു പ്രകരണം. അപ്പോൾ ഇങ്ങനെ 6 പ്രകരണങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ രാമായണത്തിലെ ജ്ഞാനവാസിഷ്ടം എന്നുള്ള ആ ഒരു രംഗം. അത് മുഴുവൻ ഈ രാമായണ കഥയിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ്. കുറേ കിട്ടാനുണ്ട്. എന്നാലും ഈ സൂര്യവംശം, സോമവംശം തൊട്ടുള്ള രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ട് അനവധി മഹാഋഷിമാരാൽ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയെ വേണ്ട രീതിയിൽ സാത്വികമായ ഭാവത്തിൽ എല്ലാവരെയും ജീവിപ്പിച്ച അറിവുകൾ പകർന്നു തന്നതായിട്ടുള്ള അതിനെ വിസ്തരിക്കുന്നു രാമായണ കഥ. ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ അടുത്തതിൽ അത് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമഃ.